നമസ്കാരം. നമ്മുടെ യാത്ര വന്നെത്തി നിൽക്കുന്നത് ബേപ്പൂരിലാണ്. ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മ തുടിക്കുന്ന മണ്ണിൽ ആകാശമിട്ടായിലാണ് നമ്മളുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ കൈവശമുണ്ടായിരുന്ന സ്ഥലം അവിടെ ടൂറിസം വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ 11,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിലെ നിർമ്മാണ പ്രവൃത്തിക്കായി 10.07 കോടി രൂപയാണ് ടൂറിസം വകുപ്പ് അനുവദിച്ചിരുന്നത്. രണ്ടാം ഘട്ട നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ഒന്നിച്ചിരുന്ന് കഥ പറയുക എന്നുള്ളത് ബേപ്പൂരിലെത്തുമ്പോൾ സ്വാഭാവികമായും വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെ ഒന്നിച്ചിരിക്കാനും കഥ പറയാനും കളി പറയാനും ഒക്കെ ഒരു വേദി കൂടിയുണ്ട് ഇവിടെ. ഈ സ്മാരകത്തിൻ്റെ 1-ാം നിലയിലാണ് നമ്മളുള്ളത്. ബേപ്പൂർ സുൽത്താനെ ഓർമ്മിക്കാൻ ഇങ്ങനെ പ്രൗഢമായ ഒരു സ്മാരകം വേണം എന്നുള്ളത് ഏറെ നാളായി ബേപ്പൂരുകാരുടെ ആഗ്രഹമായിരുന്നു. അതാണ് ഇവിടെ സഫലമാകുന്നത്. ഈ സ്മാരകത്തിലെ ഏറ്റവും മനോഹരമായ ഒരിടമാണിത്. ഒരു ഓപ്പൺ സ്റ്റേജാണിത്. ആളുകളുമായി പരസ്പരം സംസാരിച്ചിരിക്കാനും സംവദിക്കാനും ഒക്കെ പറ്റിയൊരു ഇടം. പക്ഷേ ഇവിടെ ഏറ്റവും മനോഹരമാക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ കാണുന്ന മരമാണ്. ഇതിങ്ങനെ ചാഞ്ഞ് ഈ സ്റ്റേജിന്, ഓപ്പൺ സ്റ്റേജിന് ഒരു നല്ല കാറ്റും തണുപ്പും ഒക്കെ നൽകുന്നുണ്ട്. ഈ സ്മാരകത്തെ ഏറെ ആകർഷകമാക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ രൂപഭംഗി തന്നെയാണ്. ചെങ്കല്ലുകൾ പാകിയും കരിങ്കല്ലുകൾ പതിച്ചുമൊക്കെ അതിമനോഹരമാണ് ഈ കെട്ടിടം. രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി 9.97 കോടി രൂപയാണ് ടൂറിസം വകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ബഷീർ ആർക്കൈവ്സ് കിനാത്തറ, അതായത് കിനാവ് കാണുന്നൊരു തറ, ബോർഡ് റൂം, ലൈബ്രറി എന്നിവ അടങ്ങുന്ന കൾച്ചറൽ ബിൽഡിംഗ് ആണ് പ്രധാനപ്പെട്ട ആകർഷണമാവുക. അക്ഷരത്തോട്ടവും കേരള ലളിതകലാ അക്കാദമി നടപ്പിലാക്കുന്ന ക്യൂറേഷൻ വർക്കുകളുമാണ് രണ്ടാം ഘട്ടത്തിൽ പൂർത്തിയാക്കുക. കെട്ടിടമായിരുന്നില്ല സ്മാരകമായി ഉദ്ദേശിക്കുന്നത്. അതൊരു ഞാൻ വിദേശത്തൊക്കെ ഞാൻ സന്ദർശിച്ചില്ലെങ്കിലും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. വിദേശത്തൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഭംഗിയുള്ള പ്രദേശങ്ങൾ, അതായത് ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരിക ഒരു രീതി മനസ്സിലാക്കാൻ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് മൊത്തത്തിൽ കോഴിക്കോടിൻ്റെ ചരിത്രം, ബേപ്പൂരിൻ്റെ ചരിത്രം, അവിടെ ഉരുവുണ്ട്, ബേപ്പൂരിൽ ക്രാസിമാരുണ്ട്, ബേപ്പൂര് സമ്പന്നമായ ബേപ്പൂരിൻ്റെ ചരിത്രമുണ്ട്. എല്ലാം അവിടെ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു സമുച്ചയമാണ് അവിടെ വരുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടുത്തെ ഒരു മരവും മുറിച്ചിട്ടില്ല. വലിയ മരമായിട്ട് നിൽക്കുന്നത്. ആ മരത്തിൻ്റെ തണലിലാണ് ആ സ്മാരകം നിൽക്കുന്നത്. ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മ തുടിക്കുന്ന മണ്ണിൽ നിന്ന് നമ്മൾ മറ്റൊരിടത്തേക്ക് പോകും.